ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിറമുള്ള 2 വർഷങ്ങളിലെ ചില ഓർമ്മകളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. വളരെ ഇഷ്ടത്തോടു കൂടി ഞാൻ ചേർന്ന് പഠിച്ച ഒരു കോഴ്സാണ് B.Ed. അപ്പോൾ ആ കാലയളവിൽ കിട്ടിയ ചില ട്രോഫികൾ, കുറച്ച് സർട്ടിഫിക്കറ്റ്, കുറച്ച് മെഡലുകൾ, ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ രസകരമായ കുറച്ച് അനുഭവങ്ങളും. എന്ത് പ്രോഗ്രാം നടക്കുകയാണെങ്കിലും അതിൽ ചാടി കയറി പങ്കെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അനന്തരഫലമാണ് ഇതൊക്കെ എന്ന് പറയാം. അപ്പോൾ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് ക്ലേ മോഡലിങ്ങിന് സെക്കൻഡ് കിട്ടിയ ഒരു സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊരു ചെറിയ കഥയുണ്ട്. ഞാൻ ക്ലേ മോഡലിങ്ങിന് പേര് കൊടുക്കുമ്പോൾ ഇത് എന്താണെന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല, ജസ്റ്റ് കണ്ടു, പേര് കൊടുത്തു. എന്തൊക്കെ പ്രോഗ്രാം ഉണ്ടോ അതിനൊക്കെ മാക്സിമം പേര് കൊടുത്തു. എത്ര എണ്ണത്തിൽ പങ്കെടുക്കാൻ പറ്റും അത്ര എണ്ണത്തിലും പേര് കൊടുത്തു. അങ്ങനെ കൊടുത്തതാണ് ഈ ക്ലേ മോഡലിങ്ങിനൊക്കെ മത്സരമൊക്കെ തുടങ്ങി സീറ്റിൽ ചെന്നിരുന്നപ്പോഴാണ് അറിഞ്ഞത് ക്ലേ ഒക്കെ കയ്യിൽ വെക്കണമെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് ഐഡിയ ഇല്ല, എന്നാലല്ലേ ഇപ്പോൾ ഇത് ചെയ്യുക. അപ്പോൾ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന പ്രണവാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. പ്രണവ് കുറച്ചധികം കൊടുത്തിട്ടുണ്ടായിരുന്നു കളിമണ്ണ്, അപ്പോൾ അതിന് കുറച്ച് തന്നു. അമ്മയും കുഞ്ഞുമായിരുന്നു അതിൻ്റെ തീം. അപ്പോൾ എന്തായാലും അത് ചെയ്തു. എൻ്റെ ഒരു മനസ്സിലുള്ള ഒരു രൂപത്തിൽ അമ്മയും കുഞ്ഞിനെയൊക്കെ ഞാൻ ചെയ്തെടുത്തു. സെക്കൻഡ് പ്രൈസ് കിട്ടുകയും ചെയ്തു. അപ്പോൾ സത്യം പറഞ്ഞാലിത് പ്രണവിൻ്റെ ഔദാര്യത്തിൽ കിട്ടിയതാണെന്ന് വേണമെങ്കിൽ പറയാം. അവന് ജസ്റ്റ് സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ നിന്ന് നീച്ച് പോരേണ്ടി വന്നേനെ. പിന്നെ ഇത് എംബ്രോയ്ഡറി വർക്ക് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി സെർച്ച് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ഫസ്റ്റ് പ്രൈസ് കിട്ടാതിരിക്കാൻ കാരണം എനിക്ക് ടൈമിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഒരു വലിയ റോസാപ്പൂവായിരുന്നു, അത് മുഴുവനായിട്ട് തീർന്നില്ല. പിന്നെ ടാബ്ലോ അത് ടീം വൈസ് ആയിരുന്നു. ആ ടാബ്ലോയിലുള്ളൊരു രസം എന്ന് പറഞ്ഞാൽ അതിൽ സവിതയുടെ ആ ഒരു രൂപമൊക്കെ ഇന്നും കണ്ണിൽ അതേപോലെ നിൽക്കുന്നുണ്ട്, സായിപ്പായിട്ട് നിൽക്കുന്ന ആ ഒരു സീനൊക്കെ. പിന്നെ മെഹന്തി ഒരു സംഭവം തന്നെ ആയിരുന്നു. ഒരുപാട് പേര് പങ്കെടുത്ത ഒരു പ്രോഗ്രാമാണ് മെഹന്തി. ഒത്തിരി ആളുകളുണ്ടായിരുന്നു. അതിൽ ഞാനും അതുപോലെ തന്നെ എൻ്റെ ആൻറ്റി ഷഫ്നാൻ്റിയും ഞങ്ങൾ 2 പേരും ഒരുമിച്ച് പങ്കെടുത്ത ഒരു പ്രോഗ്രാമും കൂടിയാണ് മെഹന്തി. ആ മെഹന്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഷഫ്നാൻ്റിക്കും കിട്ടി, സെക്കൻഡ് എനിക്കും കിട്ടി. അതിലെല്ലാവരും ഭയങ്കര കളിയാക്കലായിരുന്നു. അമ്മായും മരുമോളും ഫസ്റ്റ് സെക്കൻഡ് അടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ കൊളാഷ് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ചെയ്ത ഒന്നാണ് കൊളാഷ്. അതിൽ വേനലും വർഷവും ഒരുപോലെ ഒരു ചാർട്ടിൽ 2 വശത്തായിട്ട് ചെയ്യാനാണ്, 2 സൈഡിലായിട്ട്. അത് വളരെ നന്നായിരുന്നു, എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. അതിനെന്തായാലും ഫസ്റ്റും കിട്ടി. പിന്നെ ഇതിലിടയിൽ വിട്ടുപോയ ഒന്നുണ്ട് നാടൻ പാട്ട് പാടാൻ അറിയാണ്ട് തന്നെയാണ് കയറിയത്. ജസ്റ്റ് മൂളിപ്പാട്ടേ പാടാറുള്ളൂ, പക്ഷേ എങ്കിലും കുഴപ്പമില്ല, അതിനും ഒരു ചെറിയ പ്രൈസൊക്കെ കിട്ടി. പിന്നെ സ്കിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഈ എന്താ പറയുക, തൊഴിലുറപ്പ് അവരുടെ ഇടയിൽ നടക്കുന്ന ഒരു രസകരമായ സംഭവമായിരുന്നു. ഒരു തണലുറപ്പ് പദ്ധതി, അതും ഈ പറയും പോലെ നല്ല കയ്യടി വാങ്ങിച്ചു. പിന്നെ ഫാൻസി ഡ്രസ്സ്, ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിനെ പോലും അമ്പരപ്പിക്കുന്ന രീതിയിലായിരുന്നു ഫാൻസി ഡ്രസ്സ് ഉണ്ടായിരുന്നത്. ഞാനൊരു പട്ടാളക്കാരൻ്റെ വേഷത്തിൽ കൈയും കാലൊക്കെ നഷ്ടപ്പെട്ട് ചോരയിലൊക്കെ കുളിച്ച് നിൽക്കുന്ന ഒരു പട്ടാളക്കാരനായിട്ടാണ് അത് ചെയ്തത്. അതിൽ സ്റ്റേജിൻ്റെ കാണാനിരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് അതാരാ എന്നുള്ള ചോദ്യം അവിടെ നിന്ന് വന്നിരുന്നു. അപ്പോൾ അവർക്ക് പോലും മനസ്സിലായിട്ടുണ്ടാവില്ല. പെട്ടെന്നാണ് ഞാൻ ആ ഒരു കോസ്റ്റ്യൂം സെലക്ട് ചെയ്തതും സ്റ്റേജിൽ കയറിയതും ഒക്കെ. അപ്പോൾ ആ ഒരു ഓർമ്മ മനസ്സിലങ്ങനെ തങ്ങി നിൽക്കുന്ന ഒന്നാണ്. ഇതിന് ഫസ്റ്റ് കിട്ടും തന്നെയാണ് കരുതിയത്. പിന്നെ അതിന് പ്രശ്നം വന്നത്, ഞാൻ ആ ഒരു ഉദ്ദേശിച്ച ടൈമിനേക്കാൾ മുന്നേ സ്റ്റേജിൽ നിന്ന് പോന്നു. കാരണം വേച്ച് നടക്കുന്ന ഒരു പട്ടാളക്കാരനാണ്. അപ്പോൾ വേച്ച് നടന്നപ്പോൾ പെട്ടെന്ന് സ്റ്റേജ് തീർന്നു പോയി. അപ്പം വേഗം സ്റ്റേജിൽ നിന്ന് ഇറങ്ങുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് ആ ഒരു ഫസ്റ്റ് പ്രൈസ് പോയിട്ട് അത് സെക്കൻഡായി മാറിയത്. പിന്നെ ഒപ്പന ഒരു തട്ടിക്കൂട്ട് ഒപ്പനായിരുന്നു. ആ ഒരു സമയത്ത് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കളിച്ച ഒരു സംഭവമായിരുന്നു. പിന്നെ ഒപ്പന എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാമല്ലോ, അധികം സമയവും പ്രാക്ടീസൊന്നും വേണ്ട. അങ്ങനെയാണ് ആ ഒരു ഒപ്പനയുടെ കഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഈ ഒരു B.Ed കാലയളവിലെ എൻ്റെ ചില ഓർമ്മകൾ. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെ കരുതുന്നു. എൻ്റെ ചില ഇഷ്ടങ്ങളാണ്. എൻ്റെ ഇഷ്ടങ്ങളെന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ കൂടെ ഇഷ്ടങ്ങളാണല്ലോ. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ഷോക്കേസിൽ ഇതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഇതൊരു വീഡിയോ ആക്കാമെന്ന് കരുതി. കാലം വഴകുമ്പോൾ ഇതൊക്കെ നശിച്ചു പോയാലും ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് കാണുമെങ്കിലും ചെയ്യാമല്ലോ.
അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി റുബീസ് വേൾഡ് നിങ്ങൾക്ക് മുൻപിൽ എത്തുന്നത് വരെ ഗുഡ് ബൈ.